കണ്ണൂർ ചുങ്കക്കുന്ന് പൊയ്യമലയിൽ പരിഭ്രാന്തി പരത്തിയത് പുലിയല്ല നായയാണെന്ന് സ്ഥിരീകരണം. വനംവകുപ്പ് സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് നായയാണെന്ന് തിരിച്ചറിഞ്ഞത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ജയകുമാർ, ആ നാട്ടുകാർക്ക് ഏതായാലും ആശ്വാസമായിട്ടുണ്ടാകും. എന്തൊക്കെയാണ് വിവരങ്ങൾ? വലിയ ആശ്വാസം തന്നെയാണ് ദിലീപ് കുമാർ. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഈ പൊയ്യക്കുന്ന് സ്വദേശിയായ ജോസഫിന്റെ വീട്ടിൽ ഇതേപോലെ കൂട്ടിലുണ്ടായിരുന്ന ആടിനെ അജ്ഞാത ജീവി കടിച്ചു കൊന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ പുലർച്ചെ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ ആട്ടിൻകുട്ടിയെ കടിച്ചു കൊല്ലുന്നതാണ് കണ്ടത്. ഇരുട്ടായതിനാൽ എന്താണ് ആക്രമിച്ചതെന്ന് വ്യക്തമായിരുന്നില്ല. ഇവർ ബഹളം വെച്ചതോടെ ഈ ജീവി ഓടിപ്പോവുകയായിരുന്നു. പിന്നീട് വനം വകുപ്പിനെ അടക്കം വിവരം അറിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തി. ഒരു കാൽപ്പാട് കണ്ടെങ്കിലും എന്തിന്റെയാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിരുന്നില്ല. പുലിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അങ്ങനെ വലിയ ഭീതി തന്നെ അവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാർ വലിയ പ്രതിഷേധവുമായിരുന്നു. ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്തായാലും ഈ ജീവിയെ തിരിച്ചറിയാൻ വേണ്ടി ഈ കൊന്ന ആടിന്റെ ജഡം അവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. കൂടാതെ അവിടെ തന്നെ CCTV ക്യാമറയും സ്ഥാപിച്ചു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ഈ കൊന്നത് നായയാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ നായ ഈ കൊന്ന ആട്ടിൻകുട്ടിയുടെ തലയുമായി കടിച്ചുകൊണ്ട് പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആടിനെ കൊലപ്പെടുത്തിയത് നായയാണെന്ന് തിരിച്ചറിഞ്ഞത്. എന്തായാലും ഒരു താൽക്കാലിക ആശ്വാസമാണ് നാട്ടുകാർക്കുള്ളത്. അവിടെ ആ മേഖലയിൽ ഈ വന്യമൃഗശല്യം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ചുങ്കക്കുന്ന് പൊയ്യക്കുന്നിൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ എന്തായാലും നാട്ടുകാർക്ക് താൽക്കാലിക ആശ്വാസമാണ്. പക്ഷേ അവിടെ ആ മേഖലയിൽ വന്യമൃഗ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കണ്ണൂർ ചുങ്കക്കുന്ന് പൊയ്യമലയിൽ പരിഭ്രാന്തി വരുത്തിയത് പുലിയല്ല നായയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.